നമസ്കാരം. ഇന്ന് രാമായണ പാരായണത്തിലെ സമ്പാദ്യവാക്യമാണ്. ഈ രംഗം കണ്ടുകൊണ്ട് ഒരു ഗുഹയിൽ നിന്ന് ഭീകരനായ ഒരു കഴുകൻ പുറത്തു വന്നു. എല്ലാ വാനരന്മാരും പേടിച്ച് വിറച്ചു. അപ്പം ജഡായുവിനെ കുറിച്ച് വാനരന്മാർ നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ട് കഴുകൻ പറഞ്ഞു, ഞാൻ അവൻ്റെ സഹോദരനായ സമ്പാദിയാണ്. ജഡായുവിന് വേണ്ടി ഉദകക്രിയ ചെയ്യാൻ നിങ്ങൾ എന്നെ ജലാശയത്തിലേക്ക് എടുക്കുക. അതിനുശേഷം ഞാൻ ചില വിവരങ്ങൾ തരാം. ഉദകക്രിയയ്ക്ക് ശേഷം സമ്പാദി പറഞ്ഞു, 100 യോജന സമുദ്രം താണ്ടിയാൽ സമുദ്രമധ്യത്തിലുള്ള ത്രികൂടാചലത്തിൽ അശോകവനത്തിൽ സീത ഇരിക്കുന്നുണ്ട്. രാവണൻ്റെ ലങ്കയിലാണത്. എൻ്റെ കണ്ണുകൊണ്ട് ഞാനതെല്ലാം കാണുന്നുണ്ട്. നിശാകരമുനി എനിക്കൊരിക്കൽ ഉപദേശം തന്നിരുന്നു. വാനരന്മാർക്ക് സീതയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുമ്പോൾ സഹോദരനായ ജഡായുവിനെ സഹായിക്കാനായി തൻ്റെ ദേഹം കൊണ്ട് താപം മറയ്ക്കുകയും പക്ഷങ്ങൾ കരിഞ്ഞ് വീഴുകയും ചെയ്ത ആ പഴയ പക്ഷങ്ങൾക്ക് പകരം പുതിയ ചിറക് മുളച്ച് നീ ആകാശത്തിലേക്ക് പറക്കുമെന്ന് മുനി പറഞ്ഞിരുന്നു. ഇപ്പോൾ സമ്പാദിക്ക് ചിറക് മുളച്ചു, അവൻ ആകാശത്തിലേക്ക് പറന്നു. മഹേന്ദ്രാജലേന്ദ്ര ഗുഹാന്തരായി രുദ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു രുദ്രപ്രവരനും വൃദ്ധേതര പ്രവരോ തുങ്കരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യ പറഞ്ഞിതു രുദ്രകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലൻ. മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി കൊണ്ടു ഭക്ഷിക്കാമന്ദിനം. വൃത്രവാക്യം കേട്ടു മർക്കടൗഘം പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിനാൻ. അദ്രീന്ദ്രതുല്യനായൊരു വൃത്രാധിപനും സത്വരം പൊത്തി വീഴുന്നുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാരൊരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല, നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനായി മരിക്കുന്നതു വന്നുമെത്രയും പാപികളാകതന്നീവയും. നിർമ്മലനായ ധർമാത്മാ ജഡായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിനോ പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജെ. പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമം വാക്കുകൾ ചൊന്നതാരെന്നു ജഡായുവെന്നിന്നു. നിങ്ങളാരെന്ത് പറയുന്നിതന്യോന്യമിങ്ങു വരുവിൻ, ഭയപ്പെടായി കേതുമി. ഉംബർഗോൻ പൗത്രനുമൻപോടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലാം മാറുജന്നംബോജലോചനന്ദൻ പാദപങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ. പുഷ്കര നേത്രനം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൊക്കിയത് കാനനം താരാജ്ഞയാപുര. കട്ടുകൊണ്ടിടിനൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞ ക്ഷോണിപുത്രി മുറയിട്ടതു കേട്ട് തക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണരാജരനോട് ജഡായുവം.
പക്ഷിപ്രവരനതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമുക്കവി സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യു വരായി എന്നനുഗ്രഹിച്ചാൽ ധരാപുത്രി തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു. രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവൻ. അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോടഗ്നി സാക്ഷികമം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവൻ. ദിക്കുകൾ നാലിലും പോകുന്നയച്ചിതു ലക്ഷം കവിവരന്മാരെ ഓരോ ദിശി. ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെന്നുമേ. 30 നാളിനകത്തു ചെന്നിടായിലപ്പോൾ അവരെ വധിക്കും കവിവരൻ. പാതാളമുൾപ്പുക്കു വാസരം പോയതുമേതുമറിഞ്ഞില്ല ഞങ്ങൾ. അതുകൊണ്ട് ഗർഭ വിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൂന്നു നീ അറിഞ്ഞിടും. തരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദമവനോടു കൊള്ളിനു. ഇഷ്ടനം ഭ്രാതാവെനിക്ക് ജടായു ഞാനൊട്ടു നാളുണ്ടവനോട് പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിരുന്നു. എന്നുടെ സോദരനായുതകക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിൻ ഉദക കർമാദികൾ. നിങ്ങൾക്ക് വത്സഹായം ചെയ്യുവാനാശു ഞങ്ങൾ. അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദി തീരത്ത് വെച്ചിടിനാനാദരൽ. കൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനം ഭ്രാതാവിനായി കൊണ്ടു സാദരം. സ്വസ്ഥാനദേശത്തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം. സ്വസ്ഥനായി സമ്പാദ്യ ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിന. തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനേ ജാനകി നക്തഞ്ജരീ ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടത് നേരെ നമുക്കു കാണാം. ക്രുദ്ധനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം. ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശു പോയി രത്നാകരം. പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ. ഏവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം. പുക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാമം ഒരുമിച്ച് തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദിതന്നുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറഞ്ഞിതു മേൽക്കൂപ്പു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതിച്ചാർത്തരായി വന്നു ദിനകരരശ്മിയായി. തൽക്ഷണേ തീയും പിടിച്ചീത
പക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ. വിദ്യാചരേന്ദ്ര ശിരസി വീണീടിനൻ. അന്ധനായി 3 ദിനം കിടന്നീടിനൻ. പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞ് ഭ്രാന്തമാനസനായുണർന്നങ്ങനെ. ചെന്നേ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിന് പൂർണ്ണഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിയാൻ എന്നോട് പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലമിതാരാലകപ്പെട്ടതും എത്രയും ശക്തനായൊരു നിനക്കെന്ന് വ്യക്തമാവാനെന്തു പക്ഷം പറകണേ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനെ. പിന്നെയും കൂപ്പി തൊഴുതു ചോദിച്ചത് സന്നമായി വന്നു ചിറകുണ്ടയാനിധി. ജീവനത്തെ ധരിക്കേണ്ടും ഉപായമിന്നേവമെന്നോട് ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളി ചെയ്തു, സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം പുരുഷനീ. സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം പുരുഷനീ. നമസ്കാരം. ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമസ്കാരം.